അങ്ങനെ നമ്മൾ ധരിക്കും ഇതിൽ വൈദ്യുതി ഇല്ലെന്ന് ധരിച്ചുകൊണ്ട് ഈ തറയിൽ വെള്ളം കയറി നിൽക്കുകയാണോ ആ സമയത്ത് നമ്മളിത് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ മുഴുവൻ വൈദ്യുതി പ്രവാഹം ഉണ്ടാവും. അതിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മരണം വരെ സംഭവിക്കാം. നമ്മളുടെ മിക്ക വീടുകളിലും എന്തുണ്ടാവും, ഇൻവേർട്ടറുകൾ ഉണ്ടാവും. അപ്പോൾ ഇൻവേർട്ടർ സപ്ലൈ കട്ട് ചെയ്യുമ്പോൾ പലർക്കും അപകടം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ KCBയുടെ സപ്ലൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്നത് ഇൻവേർട്ടർ സപ്ലൈ കട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇൻവേർട്ടർ സപ്ലൈ കട്ട് ചെയ്യുമ്പോൾ പലർക്കും അപകടം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ഇൻവേർട്ടറിൽ നിന്നുള്ള വൈദ്യുതി KCBയുടെ സപ്ലൈ കട്ടായാൽ മാത്രം വീടുകളിൽ വൈദ്യുതി എത്തുന്നില്ല എന്ന അർത്ഥമില്ല. ഈ ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതി ഇൻവേർട്ടർ വഴി ഈ പ്ലഗിലേക്ക് തിരിച്ചു വന്ന് നമ്മുടെ വീടുകളിലൊക്കെ തന്നെ വൈദ്യുതി എത്തും. KCB സപ്ലൈ മാത്രമല്ലല്ലോ. സാധാരണ ആളുകൾ എന്താ ചെയ്യുക, ഇൻവേർട്ടറിൻ്റെ ഈ പ്ലഗ് നമ്മൾ ഇതുപോലെ വലിച്ചു വരും. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ആളുകൾ ചെയ്യുക. പക്ഷെ ഇത് ഭയങ്കര അപകടകരമാണ്. കാരണം ഇങ്ങനെ ഊരുമ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഈ ബാറ്ററിയിൽ നിന്നും ഇൻവേർട്ട് ചെയ്തു വരുന്ന കറണ്ട് പൂർണ്ണമായിട്ടും ഈ പ്ലഗിൽ ഇപ്പോഴുണ്ട്. അതിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മരണം വരെ സംഭവിക്കാം.